ഹായ്. ഇതുപോലെ കുറെ അധികം മാങ്ങ കിട്ടുന്ന ടൈമില് നമ്മൾ എന്ത് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അപ്പൊ ഈ നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, വിനീഗറോ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. നല്ല ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് നാൾ കേട് കൂടാതെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മാങ്ങയൊക്കെ പറിച്ചെടുത്ത് തലേദിവസമൊക്കെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല പോലെ ഉണങ്ങി വരണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നോക്കിയെടുക്കാം. അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതിലെ തൊലിയൊന്നും കളയാതെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം തന്നെ കഷ്ണങ്ങളാക്കി നോക്കിയെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 1 വർഷം വരെ തന്നെ കേടുകൂടാതെ നിൽക്കുന്നു. അപ്പം നോക്കാം കേട്ടോ എങ്ങനെയാണ്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് നുറുക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇത് കാണിച്ചു തരാം. വളരെ പെർഫെക്ഷനോടെ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ 3 കഷ്ണം ഇതുപോലെ 3 ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ശേഷം ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, നോക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലിട്ട് ഉപ്പിലിട്ടേക്കാം. ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കണ ബൗളും പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആവണം. ഇതിലൊരു പൊടിയോ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ സംഭവം ചെയ്തെടുക്കുന്നില്ല, നാളെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഒരു ദിവസം ഇതിൽ ഉപ്പിലിട്ട് വെച്ചിട്ട് നിൽക്കണം കേട്ടോ. ഇതില് കുറച്ചിട്ടതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്ത് പറയുന്ന പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ കുത്തുന്ന തന്നെ പറഞ്ഞു. അതാ സെയിം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഉപ്പനെ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ വെതറി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിലെ വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ദിവസം കാത്തിരിക്കണേ. ലാസ്റ്റ് ഇതേപോലെ കുറച്ചുകൂടി ഉപ്പ് ഒന്ന് തട്ടിയിട്ട് ഇതുപോലെ അടച്ചു വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഇപ്പൊ അതിന്റെ വെള്ളം മാത്രം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. കേക്ക് ഉണ്ടായിക്കോ. ഇത്ര വെള്ളമുണ്ട്. അത്യാവശ്യം നമ്മളെ മാങ്ങ നല്ല പോലെ ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഇതുപോലെ കാശ്മീരി പൊടിയാണ്. കാണുന്നുണ്ടോക്ക് കാശ്മീരി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു 400 ഗ്രാമോളം തന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് കടുക്. അപ്പൊ ഈ ഒരു കടുക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൊക്കെ മറ്റിരുന്ന് അല്ലേ, ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മളെ മാങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം ഫുള്ളായിട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കായപ്പൊടിൻ്റെ കുറവുണ്ട്. അപ്പൊ അടിപൊളി സാധനം റെഡിയായി ആയിട്ടില്ല. ഇനിയും കുറെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചാല് സാധാരണ നമ്മള് ഒരു ചില്ല് ഭരണിയിലൊക്കെയാണ് ആക്കി വെക്കേണ്ടത്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ആക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ മേലെ അതുപോലെ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, സാധാ എണ്ണ, അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം കേട് വരാതെക്കാൻ നല്ലതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഭരണിയിലൊക്കെ ആണെങ്കിൽ മേൽഭാഗത്ത് ഒരു തുണിയില്ല, വെള്ള തുണിയിൽ ഇത്തിരി എണ്ണ ആക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിലാക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പം എത്രത്തോളം ദിവസം നമ്മൾ വെക്കുന്നോ അത്രത്തോളം ഇതിൽ എന്താ പറയുക, ഇതിൽ നീരിറങ്ങിയിട്ട് ഇഷ്ടം പോലെ വരും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വെള്ളം മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇതിന്റെ പണിയൊക്കെ തീർന്നു. ഇനിയിപ്പോ എന്ത് വെച്ചാല് ഞാനിപ്പോ ഭരണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഈ പാത്രത്തിലായിട്ട് ആൾക്കാക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു കുപ്പി ഭരണയൊക്കെ വാങ്ങിയിട്ട് അതിലേക്ക് മാറ്റും. അപ്പൊ എന്ത് വെച്ചാല് അടപ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് എന്താ പറയാ നല്ല സേവ് അടച്ചു വെക്കാം. കാറ്റൊന്നും ഇതിലേക്ക് തട്ടാൻ പാടില്ല. അപ്പൊ കാറ്റൊക്കെ തട്ടാണെങ്കിൽ എളുപ്പം കേട് വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അടക്കും ഇത് കുപ്പി ഭരണിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ആക്കിയിട്ട് എണ്ണ ഒരു ചെറിയൊരു തുണിയിലാക്കിയതിന് ശേഷം മേൽഭാഗത്തൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അച്ചാർ ഒരുപാട് ആൾ കയറിവിടാൻ നിൽക്കും. പിന്നെ ഇത് എത്രത്തോളം നിൽക്കുന്നുണ്ടോ അത്രത്തോളം വെള്ളം നിന്ന് ഇറങ്ങി വരും കേട്ടോ, ആ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെ. പക്ഷെ ഉപ്പിൻ്റെ പാകമൊക്കെ കറക്റ്റാണ്, ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ